നമസ്കാരം. ഇസ്രായേലിലെ ജെറുസലേമിനടുത്തൊരു വൻ സ്ഫോടനമുണ്ടായിരിക്കുന്നു. മിസൈൽ ഹബ്ബിലാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. അതേസമയം ഇസ്രായേലി ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഈ സ്ഫോടനം പരീക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സ്ഫോടനമാണ് എന്നതാണ്. എന്നാൽ പുറത്തു വരുന്ന വാർത്തകൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല വാർത്തകളല്ല. നിരവധി കെട്ടിടങ്ങൾ ഈ സ്ഫോടനമുണ്ടായ പ്രദേശത്ത് തകർന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ചുമതലയുള്ള ആളുകൾക്ക് അങ്ങോട്ട് കൃത്യമായി എത്താൻ കഴിഞ്ഞില്ല, അതിന് കാലതാമസമുണ്ടായി എന്ന വാർത്തകളും പുറത്തു വരുന്നു. എന്തോ കാര്യമായി ഇസ്രായേലിലെ ജെറുസലേമിനകത്തുണ്ടായിരിക്കുന്നു. ഇറാനെ ശക്തമായി തന്നെ ആക്രമിക്കും എന്ന് അമേരിക്കയും ഇസ്രായേലും ആവർത്തിച്ച് പറയുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിനകത്ത് ഈ വലിയ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇത് ഇറാനാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇറാനുമായി ബന്ധമുള്ള കക്ഷികളാണോ ഈ സ്ഫോടനം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിൽ നിന്ന് സത്യസന്ധമായ വിവരങ്ങൾ പുറത്തു വരാൻ സമയമെടുക്കും. അക്കാര്യം നമുക്കറിയാം, പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. എന്തായാലും ഇത് ഇസ്രായേൽ നടത്തിയ പരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള സ്ഫോടനമല്ല എന്ന സൂചനകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കഴിഞ്ഞ സമയത്താണ് ചൈനയിലേക്ക് ഒരു സന്ദർശനം നടത്തിയത്. ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സന്ദർശനം എന്ന് സന്ദർശനത്തിന് മുമ്പ് തന്നെ വാർത്ത പുറത്തു വന്നിരുന്നു. എന്നാൽ ട്രംപും ഒരു മുൻകൂർ ജാമ്യം എടുത്തു. അതായത് ചൈനയിലേക്ക് പോകുന്നത് ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയല്ല, ഒരിക്കലും ചൈനയുടെ സഹായം ഇറാൻ വിഷയത്തിൽ ആവശ്യമില്ല എന്നതായിരുന്നു ട്രംപിന്റെ നിലപാട്. എന്തായാലും ട്രംപ് ചൈന സന്ദർശനം നടത്തിയത് ആ ദൗത്യം പരാജയമായിരുന്നു എന്ന വാർത്ത പിന്നീട് പുറത്തു വന്നിരുന്നു. പരാജയമായിരുന്നു ആ സന്ദർശനം എന്ന് വ്യക്തമാക്കുന്ന നിരവധി വാർത്തകളും പിന്നീട് പല സമയങ്ങളിലായി പുറത്തു വന്നിട്ടുണ്ട്. ചൈനയിൽ നിന്ന് ട്രംപിനും കൂട്ടാളികൾക്കും ഒരുപാട് സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു. ഈ സമ്മാനങ്ങളൊക്കെ ട്രംപിന്റെ വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ പ്രസിഡന്റും കൂട്ടാളികളും ചവറ്റുകുട്ടയിലേക്ക് ഉപേക്ഷിച്ചു എന്ന വാർത്തയായിരുന്നു ഈ ചൈന സന്ദർശനവുമായി പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ചൈനയിൽ നിന്നും കിട്ടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സമ്മാനങ്ങൾ, ഇതൊക്കെ വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല സമ്മാനങ്ങളും വിമാനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഉപേക്ഷിച്ചത്. ഒരിക്കലും ചൈനയിൽ നിന്ന് കിട്ടിയ സമ്മാനങ്ങൾ വിമാനത്തിലേക്ക് കയറ്റരുത് എന്ന നിർബന്ധം ട്രംപിനും ട്രംപിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിരുന്നത്രേ. ചൈനയെ എത്രമാത്രം ഭയക്കുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണത്. എന്തായാലും ചൈന ദൗത്യം അത് വിജയകരമായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു നീക്കം ട്രംപിനും കൂട്ടാളികൾക്കും നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പൂർണ്ണമായും ചൈന ദൗത്യം പരാജയമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വാർത്തയാണത്. മാത്രമല്ല, ചൈനയിലേക്ക് സന്ദർശനം നടത്തി തിരിച്ചെത്തിയതിനു ശേഷമാണ് ഇറാനെതിരായിട്ടുള്ള യുദ്ധം പുനരാരംഭിക്കും എന്ന് ട്രംപ് ഒരിക്കൽ കൂടെ പറഞ്ഞത്. ട്രംപിനോടൊപ്പം തന്നെ ഇസ്രായേലും അത്തരത്തിലൊരു ഭീഷണി ആവർത്തിച്ചു. എന്തായാലും ആ ഭീഷണി നിലനിൽക്കുന്ന സമയത്ത് ഇറാനും വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തുവിട്ടു. ഇറാന്റെ ഏറ്റവും പുതിയ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ, ദീർഘദൂര ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകൾ, നാസർ മിസൈൽ, അതുപോലെ തന്നെ മഹദി ക്രൂയിസ് മിസൈൽ, അങ്ങനെ ഒട്ടനവധി മിസൈലുകൾ, മിസൈൽ ശേഖരം ഇറാൻ ഒരിക്കൽ കൂടെ പ്രദർശിപ്പിച്ചു. ഈ മിസൈൽ പ്രദർശനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്ന സമയത്താണ് ഇസ്രായേലിൽ വലിയ സ്ഫോടനം നടന്നു എന്നൊരു വിവരം പുറത്തു വരുന്നത്. എന്തായാലും ജെറുസലേമിൽ ഉണ്ടായിട്ടുള്ള ഈ സ്ഫോടനത്തിൽ നിരവധി വീടുകൾ തകർന്നു, നിരവധി വീടുകളുടെ ജനൽ ചില്ലുകളും മറ്റുമൊക്കെ തകർന്നു എന്ന് കൃത്യമായി കാണിക്കുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ ചിത്രങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. നടന്നത് ഒരു ആക്രമണമല്ല, ആരും നേരത്തെ കൂട്ടി തീരുമാനിച്ച രീതിയിലുള്ള ഒരു സ്ഫോടനമല്ല നടന്നത്, ഒരു പരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള സ്ഫോടനമാണ് നടന്നത് എന്ന് ഇസ്രായേലിന്റെ വിശദീകരണം ഉണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. എന്തോ ഒരു ആശങ്ക നിലനിൽക്കുന്നു, ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നു. ഇസ്രായേലിനകത്ത് കാര്യമായ രീതിയിലുള്ള എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.